നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ 2 കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മൾ സാധാരണയായിട്ട് പുറത്തു നിന്നാണല്ലോ, ബേക്കറികളിൽ നിന്നൊക്കെയല്ലേ കുഞ്ഞുങ്ങൾക്ക് കേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് വളരെ ടേസ്റ്റാണ്. എങ്കിൽ തന്നെയും നമ്മൾ അമ്മമാർ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും. നമുക്ക് തന്നെ വളരെ സിമ്പിളായി ട്രൈ ചെയ്യാവുന്ന ഒരു കേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് നല്ല ഒരു കേക്ക്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ പ്രൊഫഷണലായിട്ടൊന്നും പഠിക്കാതെ തന്നെ വളരെ സിമ്പിളായി നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് അവർക്കിഷ്ടപ്പെട്ട ഷേപ്പിൽ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പെൺകുട്ടികൾക്കുള്ള ഒരു കേക്കാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. അതൊരു ഡോൾ കേക്കാണ്. എപ്പോഴും ഒരു ഡോളെന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാണല്ലോ. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനൊരു വാനില ഫ്ലേവറിലുള്ള കേക്കാണ് ചെയ്യുന്നത്. വൈറ്റ് കേക്കാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ കുറച്ച് സാധനങ്ങൾ ഒന്ന് ഒരുമിച്ചാക്കി ഇടഞ്ഞു വയ്ക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് 2 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് വാനില പൗഡർ. ഞാനൊരു ഓയിൽ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം 3/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കേക്ക് ജെല്ലാണ്, ഇത് ഓപ്ഷണലാണ്. 8 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി എടുത്ത് വയ്ക്കണം. നമുക്കൊരു ബൗള്, ഒരു ബീറ്റർ, ഇത്രയുമാണ് ആവശ്യം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ 8 മുട്ട, അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാട്ടർ 3/4 കപ്പ്, കേക്ക് ജെല്ലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫിയായി ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ കേക്ക് ജെല്ലിവിടെ ഓപ്ഷണലാണ്, അത് നിർബന്ധമല്ല. പക്ഷെ അത് കേക്കിന് നല്ലൊരു ഒത്തിരി പൊങ്ങി വരാതെ നല്ല ഫ്ലാറ്റായി കിട്ടാൻ അത് നല്ലതാണ്. അതുകൊണ്ടാണ് കേക്ക് ജെല്ലി യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കണം. കുറേശ്ശെയായി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ലോ സ്പീഡിൽ തുടങ്ങി നല്ല സ്പീഡിലേക്കാണ് ബീറ്റ് ചെയ്തത്. ഞാൻ പൗഡറുകൾ ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് വളരെ ചെറിയ സ്പീഡിലാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. നമ്മുടെ മിക്സ് അറിയാമല്ലോ. 2 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, ഷുഗർ അത് പൊടിച്ചതാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി, 1/2 ടീസ്പൂൺ വാനില പൗഡറും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാനില എസൻസ് ആണെങ്കിൽ അതിടാം. അത് ആ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1 സ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുത്താൽ മതി. വളരെ ചെറിയ സ്പീഡിൽ നല്ല പോലെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഞാൻ ലാസ്റ്റാണ് ഇടുന്നത്, കാരണം ചില സമയത്ത് അതൊന്ന് ഇങ്ങനെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവസാനമാണ് ഞാൻ ജസ്റ്റ് ഓയിലിട്ട് ബീറ്റ് ചെയ്യുവാണ്. ഓയിൽ നമ്മൾ 1/2 കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അത് നല്ലപോലെ മിക്സ് ആവുന്ന വിധത്തിൽ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ ഒരു ടെക്സ്ചർ ഒന്ന് നോക്കണം. നമുക്ക് ഒത്തിരി കട്ടിയാവരുത്, എന്നാൽ ഒത്തിരി ലൂസും ആവരുത്. ഈ പാകം ഏകദേശം ഓക്കെ ആയിരിക്കും. പക്ഷെ ഒരല്പം കൂടെ ലൂസ് ആവണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ, ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അതുകൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒരല്പം കൂടെ അത് ലൂസായിക്കോട്ടെ. കാരണം കട്ടി കൂടും തോറും കേക്കിനും കട്ടി കൂടും.
നമുക്കിതിന് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ 2 കേക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു ട്രേയിൽ, എൻ്റെ നോൺ സ്റ്റിക്ക് ഇതുകൊണ്ട് ഞാൻ ഗ്രീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തെടുക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ ഉപയോഗിച്ചത് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ. നമുക്ക് 2 പാത്രത്തിലാക്കി ഇത് വയ്ക്കണം. അതിനു മുമ്പ് നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി ഫാരൻഹീറ്റ് ആണെങ്കിൽ അത് 360യിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അത് ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. എൻ്റേതൊരു സാധാരണ കൺവെക്ഷൻ ഓവനാണ്. ഞാൻ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരുമിച്ചാണ് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ 40 മിനിറ്റ്സ് ഇടുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 40 മിനിറ്റ്സ് ഞാൻ ബേക്ക് ചെയ്യുവാണ്. അത് ഒരെണ്ണമാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് സമയം കുറയ്ക്കണം. എനിക്ക് തോന്നുന്നു ഒരു 20-25 മിനിറ്റ്സിനകത്ത് ഒരെണ്ണമാണെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടും. ഇതിപ്പോൾ 40 മിനിറ്റ്സ് ഇട്ടതെന്ന് വെച്ചാലും ചിലപ്പോൾ ചിലരുടെ ഓവനിൽ ഇതിന് ടൈം വ്യത്യാസം കാണും. അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോണം. 40 മിനിറ്റ്സ്, ഏകദേശം ഒരു 35 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് അതൊന്ന് കുത്തി നോക്കാം. ഇതിപ്പം കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് പുറത്തേക്ക് എടുക്കാം. നമുക്കിതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് വേണ്ടത്. പതുക്കെ അതൊന്ന് വിടിയിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം ചെയ്യാൻ. ഇനി നമ്മൾ കേക്ക് ഷേപ്പ് ചെയ്യുവാണ്. ഡോൾ കേക്കിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാനാണ്. അത് ഞാൻ 2 കേക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് 4 പീസ് ആക്കുന്നുണ്ട്. ഒരു കേക്കിനെ 2 ആക്കി. അത് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഡോൾ കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് ബേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. എൻ്റെ ഒരെണ്ണം സ്ക്വയർ ട്രേ ആയതുകൊണ്ട് ഞാനത് റൗണ്ട് ആക്കി എടുക്കണം. നമുക്കിതിനെ ആ ഒരു ഡോളിൻ്റെ ആ താഴെ സ്കേർട്ട് പാർട്ടുണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ ഏറ്റവും മുകളിലത്തത് ചെറിയ റൗണ്ട്, അതിൻ്റെ താഴെ അതിൻ്റെ വലുത് അങ്ങനെ നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് വയ്ക്കാം. ഞാനിതിനെ ആ സ്കേർട്ടിൻ്റെ ഇതിലേക്ക് ഒരു നൈഫ് ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കട്ട് ചെയ്ത് സൈഡ് ഒരു ലെവലാക്കി എടുക്കുവാണ്. ചെറിയ ഷേപ്പ് വ്യത്യാസമൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, കാരണം നമ്മൾ ക്രീം ഇടുമ്പോൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുവാണ്. ഞാനൊരു 1 ലിറ്റർ വിപ്പിംഗ് ക്രീമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന് നമുക്കൊരു 3/4 മതിയാവും. നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ അത് ഡബിളായി വരും ബീറ്റ് ചെയ്യുമ്പം. ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് വയ്ക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കുള്ളതാവുമ്പം ചോക്ലേറ്റൊക്കെ മസ്റ്റാണല്ലോ. കുക്കിംഗ് ചോക്ലേറ്റാണ്. അത് നല്ല പോലെ പൊടിച്ച് വെച്ചിരിക്കുവാണ്. സ്ക്രാപ്പറിൽ സ്ക്രാപ്പ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ കേക്ക് സോക്ക് ചെയ്യുന്നുണ്ട്. അത് പഞ്ചസാര പാനി, ഷുഗർ നല്ല പോലെ തിളച്ച വെള്ളത്തിൽ അലിയിപ്പിച്ചെടുത്തതാണ്. നമുക്ക് ആദ്യത്തെ കേക്ക് വെച്ചു, അതിനെ സോക്ക് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് ലെവൽ ചെയ്യാം. ഞാൻ പഞ്ചസാര പാനി ചെയ്തത് നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം അനുസരിച്ചാണ്. കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക.
അതിൻ്റെ മധുരം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ. ചിലർക്ക് മധുരം കൂടുതൽ, ചിലർക്ക് മധുരം കുറവാണല്ലോ. അപ്പം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഷുഗർ പാനി എടുക്കാൻ. നമുക്ക് ടിന്നുകളിലിപ്പം പാനി അവൈലബിൾ ആണ്. ഞാൻ അല്പം ചോക്ലേറ്റ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത കേക്ക് എടുത്ത് വയ്ക്കാം. അതും ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ടിന്നുകളിൽ നമുക്ക് ചെറിയുടെയൊക്കെ ഫ്ലേവറുള്ള ഇത് അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ചൊഴിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സാധാരണ വെള്ളം നല്ലപോലെ തിളപ്പിച്ച് ഒരു 5 സ്പൂൺ ഷുഗർ ഒഴിച്ച്, 3/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 5 സ്പൂൺ ഷുഗർ ഇട്ട് നല്ലപോലെ അലിയിപ്പിച്ച് എടുക്കുക. പാനി ഒത്തിരി കട്ടിയായി പോകരുത്. ഇനി ഷുഗർ കുറച്ച് മതിയെങ്കിൽ അത് 2-3 സ്പൂൺ ആക്കുക. കൂടുതൽ വേണമെങ്കിൽ 7 സ്പൂൺ ആക്കുക. ഇനി ഓരോ ലെയറായി കേക്ക്, അതിൻ്റെ മുകളിൽ ക്രീം, അങ്ങനെ നമുക്ക് ഈ 4 ലെയറും ചെയ്തെടുക്കാം. ചോക്ലേറ്റ് നമുക്ക് ആവശ്യം പോലെ ഇടാം. വീണ്ടും അതിൻ്റെ മുകളിൽ കേക്ക് വയ്ക്കുവാണ്, സോക്ക് ചെയ്യുവാണ്. ഒരല്പ ക്ഷമയും അല്പസമയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഏറ്റവും മുകളിൽ അത് ഇട്ട് കഴിയുമ്പോൾ നമുക്കത് ഫുൾ കവർ ചെയ്യാം വിപ്പിംഗ് ക്രീം വെച്ച്. അത് ഒരുപാട് തിക്കിൽ ചെയ്യണമെന്നില്ല. കാരണം ഇതിന് മുകളിൽ നമുക്ക് ഷേപ്പ് വരുന്നുണ്ടല്ലോ. നമുക്കൊരുവിധം നല്ലപോലെ ലെവലാക്കി എടുക്കാം. ആ ഒരു ഷേപ്പിൽ സ്കേർട്ട് പാർട്ടിൻ്റെ, ഡോളിൻ്റെ ആ സ്കേർട്ട് പാർട്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരല്പം ചോക്ലേറ്റ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്, ഇത് നിർബന്ധമല്ല. ഞാൻ പിങ്ക് ലൈറ്റ് റോസ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ എടുത്ത് വെച്ചതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയതിലാണ് റോസ് കളർ ആഡ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് വൈറ്റ് ക്രീമും ഡെക്കറേറ്റ് ചെയ്യാൻ വേണം. ഇത് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ വിപ്പിംഗ് ക്രീം ഒരല്പം ലൂസായി പോയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കട്ടിയിലായിരിക്കണം. ഈ ഡോളെല്ലാം നമുക്ക് ബേക്കിംഗ് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ബേക്കിംഗ് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുണ്ടല്ലോ. നമുക്കൊരു ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. ഇതെല്ലാം ബാഗും നോസിൽസും എല്ലാം അവൈലബിൾ ആണ്. കേക്കിൻ്റെ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഫ്രണ്ട് പോർഷൻ വൈറ്റിലാണ് ചെയ്യുന്നത്. അതിനാണ് അവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തത്. ഞാൻ നമ്മുടെ റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന ആ ഒരു നോസിൽസ് വെച്ച് ഇതിനെ ഒരു റോസിൻ്റെ ഷേപ്പിൽ, ഞാൻ ഒത്തിരി തിക്കായിട്ട് ചെയ്യുന്നില്ല. നമുക്ക് വിപ്പിംഗ് ക്രീം നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് മൊത്തമായി ബീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ടെക്സ്ചർ കറക്റ്റായിരിക്കും. നമ്മളൊരു പകുതി എടുത്ത് ബീറ്റ് ചെയ്ത് വീണ്ടും പകുതി എടുത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ടെക്സ്ചർ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു തിക്നെസ് കിട്ടത്തില്ല. മൊത്തം ബീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് ആണെങ്കിൽ 1 ലിറ്റർ മൊത്തമായി ബീറ്റ് ചെയ്യുക. ആ ബോഡി പാർട്ടിലും ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ ആ നോസിൽസ് വെച്ച് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് വൈറ്റ് കളർ വെച്ച് ചെയ്ത് കൊടുക്കാം. സെയിം ഫ്ലവർ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം.
നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ചെറിയ ചിലവിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ്. കണ്ടോ, വളരെ ഭംഗിയായി നല്ലൊരു ഡോൾ കേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thank you for watching.